കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 12 വാക്യം. ഇന്ന് എനിക്ക് സെന്റ് ആൻഡ്രൂസ് CSA യുവജന പ്രസ്ഥാനം പന്നിമറ്റം ഇടവക നടത്തുന്ന ബൈബിൾ പ്രസംഗ മത്സരത്തിന് വിഷയമായി ലഭിച്ചിരിക്കുന്നത് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ വെളിച്ചത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 12 വാക്യം. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം 5 വാക്യം. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം മാതൃകയാക്കുമ്പോൾ സത്യവും നീതിയും പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുകയും സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള വെളിച്ചമായി പ്രകാശിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 119 105 വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിന്റെ വചനം അഥവാ ബൈബിൾ എന്ന ദിവ്യഗ്രന്ഥം നാം വായിക്കുന്നതിലൂടെ ശരിയായിട്ടുള്ള ഒരു ജീവിതപാത കാണിച്ചു തരികയാണ്. ലോകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദുഷ്ടതയുടെ മധ്യത്തിലും ഈ സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ബൈബിൾ നമുക്ക് വഴി കാണിച്ചു തരുന്നു. ദൈവവചനം വെളിച്ചമായി തീരുന്നതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നു. ആ വെളിച്ചത്തിന്റെ പ്രകാശമായി മറ്റനേകരിലേക്ക് എത്തിക്കുമ്പോൾ ദുഃഖത്തിലുള്ളവർക്കും സന്തോഷം ലഭിക്കുന്നു. വെളിച്ചമാകുന്ന ജീവിതത്തിൽ സൽപ്രവൃത്തികൾ, സത്യം, നീതി ഇവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുന്നതിലൂടെ നാം ദിവസം പ്രതി ദൈവവചനം വായിക്കുകയും അതിനെ അനുസരിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ അത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതാണ്. ഇവിടെയാണ് ബൈബിൾ വെളിച്ചത്തിന്റെ കവചമായി നിലകൊള്ളുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബൈബിൾ ആൻഡ് ആർമർ ഓഫ് ലൈറ്റ്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിനായിട്ട് റാന്തൽ വിളക്ക് ഉപയോഗിച്ചതായിട്ട് നമുക്കറിയാം. ഈ റാന്തൽ വിളക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റോ മറ്റു തടസ്സങ്ങളോ എന്തു തന്നെ വന്നാലും അതിന്റെ ഉള്ളിലുള്ള ആ വെളിച്ചത്തെ കെട്ടുപോകാതെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ദൈവവചനത്തിന് പ്രാധാന്യം അറിയിക്കുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. ഈ സത്യത്തെ അഥവാ നീതിയുടെ പ്രകാശം പലപ്പോഴും കെട്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ദുഷ്ടതയുടെയും തെറ്റുകളുടെയും ഒരു ലോകത്തിന്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ബൈബിൾ തുടർച്ചയായി വായിക്കുന്നതിലൂടെ നമുക്ക് ആ സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ടും ഏത് പ്രതികൂല സാഹചര്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ടും സഹായിക്കുന്നതാണ്. ബൈബിൾ ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ട്രൂത്ത്. സത്യം എന്ന വെളിച്ചത്തെ അതിനെ സംരക്ഷിക്കപ്പെടുവാനായിട്ടും അതിനെ നിലനിർത്താനായിട്ടും സഹായിക്കുന്നതാണ്. രണ്ടാമതായി, ദൈവവചനം സത്യത്തിന് അടിസ്ഥാനം നൽകുന്നു. ബൈബിൾ ഹെൽപ്സ് ടു ഗീവ് എ ഫൗണ്ടേഷൻ ഫോർ ട്രൂത്ത്. നമുക്ക് ലഭിക്കുന്ന വെളിച്ചമാകുന്ന സത്യത്തെ അതിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കുന്നത് ഈ ദൈവവചനത്തിൽ കൂടെയാണ്. പലപ്പോഴും ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റനേകർക്ക് വെളിച്ചത്തിന്റെ പ്രകാശം പകരുവാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ആ ദൈവവചനത്തിന് കൂടുതൽ ശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ
നാം ദിവസവും ബൈബിൾ വായിക്കുകയും അതിനെ ആഴത്തിൽ ചിന്തിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റനേകർക്ക് അതിന്റെ നന്മകൾ പറഞ്ഞു കൊടുക്കുവാനായിട്ടും ഉള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. സത്യമാകുന്ന വെളിച്ചം, ലൈറ്റ് വിച്ച് ഈസ് ദ ട്രൂത്ത്, ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ബൈബിൾ ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ട്രൂത്ത് ആൻഡ് ഗീവ്സ് എ ഫൗണ്ടേഷൻ ഫോർ ദ ട്രൂത്ത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ലൈറ്റ്. നവംബർ 2015 മദർ തെരേസ സോഷ്യൽ അവാർഡ് ഫോർ ജസ്റ്റിസ് ലഭിച്ച ഗ്ലാഡിസ് സ്റ്റെയിൻസ് നാം ഏവർക്കും സുപരിചിതയാണല്ലോ. ആ മഹൽ വനിത തന്റെ അവാർഡ് ലഭിച്ചതിന് ശേഷം ഇപ്രകാരം പറയുകയുണ്ടായി: I thank God for His help in enabling me to carry out the work in caring for people with leprosy, even after my husband was killed. ദൈവത്തിന്റെ നല്ല സാക്ഷികളാകുക എന്നതാണ് നാം ഓരോരുത്തരെയും പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത്. വെളിച്ചമാകുന്ന സത്യം നമ്മുടെ ജീവിതത്തില് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാകുമ്പോൾ ആ സത്യത്തെ ദൈവവചനത്തിൽ കൂടെ സംരക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തെ ദൈവവചനത്തിൽ കൂടെ മറ്റനേകരിലേക്ക് എത്തിക്കുവാനും നാം ശ്രമിക്കേണ്ടതാണ്. By helping to protect the truth and gives a foundation for the truth, which is light, Bible becomes an armor of light. ഈ ദൈവവചനം നമുക്കേവർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.